वासुदेवाय नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नस्तप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. നമ്മളിന്ന് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം നോക്കാം. എല്ലാവരും ഒന്ന് എടുത്തോളൂ. എത്ര പ്രഭു ഒന്നുകൂടെ പറഞ്ഞേ? 1-5-20 1.5.20. എടുത്താ? എടുത്തു പ്രഭുജി. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യദോ ജഗസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി തേ പ്രാദേശമാത്രം ഭവദ പ്രദർശിതം. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യദോ ജഗസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി തേ പ്രാദേശമാത്രം ഭവദ പ്രദർശിതം. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യദോ ജഗസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി തേ പ്രാദേശമാത്രം ഭവദ പ്രദർശിതം. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ ജഗത് യദോ ജഗസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി തേ പ്രാദേശമാത്രം ഭവദ പ്രദർശിതം. ഹരേ കൃഷ്ണ ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്ലോകം 20. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യദോ ജഗൽസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി തേ പ്രാദേശമാത്രം ഭവദ പ്രദർശിതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യദോ ജഗൽസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി തേ പ്രാദേശമാത്രം ഭവദ പ്രദർശിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഇദം ഹി വിശ്വം ഭഗവാനിവേദരോ യദോ ജഗത്സ്ഥാന നിരോധ സംഭവഃ തദ്ദേ സ്വയം വേദ പവസ്തവിദേ പവാംസ്തദാവിദേ. ഹരേ കൃഷ്ണ. തദ്ദേ സ്വയം വേദ പവാസ്തദാവിദേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. ഇദം ഹി വിശ്വം ഭഗവാനിവേദരോ യതോ ജഗത്സ്ഥാനി നിരോധ സംഭവഃ തദ്ധി സ്വയം വേദ പവാംസ്തദാവിദേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇദം ഹി വിശ്വം ഭഗവാനിവേദരോ യദോ ജഗത്സ്ഥാന നിരോധ സംഭവഃ തദ്ധി സ്വയം വേദ ഭവാംസ്തദാപിതേ പ്രാദേശമാത്രം ഭവതാ പ്രദേശിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. ഇദം ഹി വിശ്വം ഭഗവാൻ നിവേദരോ യതോ ജഗത്സ്ഥാന നിരോധ സംഭവാഃ തദ്ദേ സ്വയം വേദ സംഭവാസ്തദാപിതേ പ്രാദേശമാത്രം ഭവതാ പ്രദർശിതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദം ഹി വിശ്വം ഭഗവാനിവേദരോ യദോ ജഗത്സ്ഥാന നിരോധ സംഭവാ തദ്ധി സ്വയം വേദ പവാംസ്തദാവിദേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അടുത്തതാരാണ്? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. ഇദം ഹി വിശ്വം ഭഗവാനിവേദരോ യദോ ജഗത്സ്ഥാന നിരോധ സംഭവഃ തദ്ധി സ്വയം വേദ ഭവാസ്തദാവിദേ പ്രാദേശമാത്രം ഭവതം പ്രദർശിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദം ഹി വിശ്വം ഭഗവാനിവേദരോ യഥോ ജഗത്സ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ പവാംസ്തദാവിദേ പ്രാദേശമാത്രം ഭവതാഃ പ്രദർശിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാളെ വേർഡ് ടു വേർഡ് മീനിങ് ട്രാൻസ്ലേഷൻ പുറപ്പെട്ടു ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദം ഹി വിശ്വം ഭഗവാനിവേദരോ യദോ ജഗത്സ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തദാവിദേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. ഈ വിശ്വപ്രപഞ്ചം സ്വയം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാകുന്നു. എന്നിരുന്നാലും അതിൽ നിന്നും ഭഗവാൻ അകന്നു നിൽക്കുന്നു. ഭഗവാനിൽ നിന്നു മാത്രമാണ് ഈ വിശ്വപ്രപഞ്ചം ഉത്ഭവിച്ചത്. ഭഗവാനിലാണ് ഇത് നിലകൊള്ളുന്നത്. സർവനാശത്തിന് ശേഷം ഭഗവാനിലാണ് ഇത് വിലയം പ്രാപിക്കുന്നത്. ഭഗവാന് ഇവയെക്കുറിച്ചെല്ലാം അറിവുള്ളതാണല്ലോ. ഞാനൊരു സംഗ്രഹം നൽകിയെന്നേയുള്ളൂ. ഹരേ കൃഷ്ണ. പുറപ്പെട്ടു വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. പുറപ്പെട്ടു വായിച്ചോളൂ. പുറപ്പെട്ടു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. ഒരു ശുദ്ധഭക്തന് മുകുന്ദ തത്വം അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ വ്യക്തിത്വവും നിർവ്യക്തികവുമാവുന്നു. മുകുന്ദനിൽ നിന്നും ഉത്ഭവിച്ച ശക്തിയാകയാൽ അമൂർത്തക വിശ്വരൂപാവസ്ഥയും മുകുന്ദനാകുന്നു. ദൃഷ്ടാന്തമായി ഒരു വൃക്ഷം
പൂർണ്ണ ആകാരവും, നേരെ മറിച്ച് വൃക്ഷത്തിലെ ഇലകളും ശാഖകളും ഉപശാഖകളും ഒക്കെ ആ വൃക്ഷത്തിൽ നിന്നും ഉത്ഭവിച്ച ആ വൃക്ഷത്തിന്റെ തന്നെ അവിഭാജ്യ ഘടകങ്ങളുമാകുന്നു. വൃക്ഷത്തിന്റെ ഇലകളും ശാഖകളും ഒക്കെ വൃക്ഷം തന്നെയാകുന്നു. എന്നാൽ ആ വൃക്ഷം അതിന്റെ ഇലകളോ ശാഖകളോ ഒന്നിനുമുള്ളതായും കാണപ്പെടും. ഭാഗ്യശക്തിയുടെ അല്ലെങ്കിൽ മായയുടെ സ്വാധീനത്തിൽ ബദ്ധാത്മാക്കൾ വശീകൃതരാകയാൽ ഭൗതിക പ്രകൃതിയുടെ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു. ആദി കാരണമായ ഭഗവാനെ കുറിച്ചുള്ള യാതൊരു ജ്ഞാനവും ഇല്ലായ്കയാൽ അവർ ഇതിനെ സർവസ്വമായി അംഗീകരിക്കുന്നു. ശരീരത്തിന്റെ അവശ്യ ഘടകങ്ങളെ പൂർണ്ണ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയാൽ പിന്നെ ശരീരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അതേ കൈകാലുകൾ അല്ലാതായി തീരുന്നുവെന്ന അറിവും അവർക്കില്ല. അതേപോലെ പരമദിവ്യത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഈശ്വരരഹിത സംസ്കാരം ഛേദിക്കപ്പെട്ട കൈകാലുകൾക്ക് സമാനമാണ്. അത്തരം അവിഭാജ്യ ഘടകങ്ങൾ കരങ്ങളും ചരണങ്ങളും പോലൊക്കെ ദൃശ്യമാകുന്നുവെങ്കിലും അവ ജഡമാണ്. ഭഗവത് ഭക്തനായ ശ്രീ വ്യാസദേവന് ഇത് സുഗ്രാഹ്യമാണ്. ആകയാൽ ഭൗതിക ബന്ധനത്തിന്റെ കുരുക്കിൽ അകപ്പെട്ട ബദ്ധാത്മാക്കൾ അദ്ദേഹത്തിൽ നിന്നും അഭ്യാസങ്ങൾ സ്വീകരിച്ച് പരമദിവ്യത്തമ പുരുഷനായ ഭഗവാനെ ആദികാരണമായി മനസ്സിലാക്കാൻ ശ്രീനാരദൻ ആ ആശയത്തെ വിപുലമായും സുവ്യക്തമായും വിസ്തരിച്ച് വർണ്ണിക്കാൻ വ്യാസദേവനെ വീണ്ടും ഉപദേശിച്ചു. വേദവീക്ഷണം അനുസരിച്ച് ഭഗവാൻ സ്വാഭാവികമായി പരിപൂർണ ശക്തിമാനാണ്. ഭഗവാന്റെ പരമശക്തികളും സദാ ശ്രേഷ്ഠവും ഭഗവാനിൽ നിന്നും അഭിന്നവും സദൃശവുമാകുന്നു. ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളും അവയുടെ പരിച്ഛദങ്ങളുമെല്ലാം ഭഗവാന്റെ ആന്തരിക ഭാഗ്യശക്തികളുടെ പ്രഭാവങ്ങളാണ്. ഭാഗ്യശക്തി താരതമ്യേന അപ്രധാനവും അതേസമയം ആന്തരികമായി ശ്രേഷ്ഠവും ഉദാത്തവും ആകുന്നു. പരമശക്തി ജീവചൈതന്യമാകുന്നു. അതിനാൽ ആന്തരിക ശക്തി പരിപൂർണമായി അനന്യവും അഭിന്നവുമാകുന്നു. എന്നാൽ ഭാഗ്യശക്തി നിഷ്ക്രിയമാകയാൽ ഭാഗികമായി അനന്യമാകുന്നു. എന്നാൽ ഈ ഇരു ശക്തികളും സർവശക്തികളുടെയും ജനകനായ ഭഗവാന് സമാനമോ അതീതമോ അല്ല. വിദ്യുത് ശക്തി എത്ര ശക്തിമത്തായാലും സദാ എഞ്ചിനീയറുടെ നിയന്ത്രണത്തിന് കീഴിൽ എന്ന പോലെ അത്തരം ശക്തികൾ ഭഗവാന്റെ പരിപൂർണ നിയന്ത്രണത്തിന് കീഴിലാണ്. മനുഷ്യരും മറ്റെല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ്. ആകയാൽ ജീവാത്മാക്കൾ ഭഗവാനോട് നിർവിശേഷരാണ്. എന്നാൽ അവർ ഒരിക്കലും പരമദിവ്യോത്തമ പുരുഷന് തുല്യരോ ഭഗവാനേക്കാൾ ശ്രേഷ്ഠരോ അല്ല. ഭഗവാനും ജീവാത്മാക്കളും വ്യതിരക്ത സ്വരൂപങ്ങളാണ്. ഭൗതിക ശക്തിയുടെ സഹായത്താൽ ജീവാത്മാക്കളും ചിലതൊക്കെ സൃഷ്ടിക്കുന്നുവെങ്കിലും അവയുടെ ഒരു സൃഷ്ടിയും ഭഗവത് സൃഷ്ടിക്ക് തുല്യമോ ഭഗവത് സൃഷ്ടിയേക്കാൾ ശ്രേഷ്ഠമോ അല്ല. മനുഷ്യർ ചെറിയ ലീലാലോലുപമായ സ്ഫുടിനിക് സൃഷ്ടിച്ചേക്കാം. മാത്രവുമല്ല ശൂന്യാകാശത്തിൽ അതിനെ എത്തിക്കാനും അവർക്ക് സാധിച്ചേക്കാം. എന്നാൽ അത് ഭഗവാൻ നിർവഹിക്കുന്നത് പോലെ ഭൂമിയെ പോലെയോ ചന്ദ്രനെ പോലെയോ ഒരു ഗ്രഹം സൃഷ്ടിച്ച് വായുമണ്ഡലത്തിൽ പ്ലവനം ചെയ്യിക്കാൻ അവന് സാധ്യമാണെന്ന് അതിനർത്ഥമില്ല. അല്പജ്ഞാനികളായ മനുഷ്യർ ഭഗവാന് സമാനനായി തീരാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് അവകാശപ്പെടുന്നു. അവർ ഒരിക്കലും ഭഗവാന് തുല്യരാകില്ല. അതൊരിക്കലും സംഭവ്യമല്ല തന്നെ. മനുഷ്യൻ സർവദാ പരിപൂർണനായ ശേഷം ഭഗവത് ഗുണങ്ങൾ അതിരേകമായ പരിമാണത്തിൽ പ്രാപ്തമാക്കാൻ സാധ്യമായേക്കാം. എന്നാൽ ഒരിക്കലും ഭഗവാനെ അധഃഖരിക്കാനോ ഭഗവാനുമായി തുല്യത പ്രാപിക്കാനോ സാധ്യമല്ല തന്നെ. രോഗഗ്രസ്തമായ അവസ്ഥയിൽ മാത്രമേ മൂഢന്മാർ ഭഗവാന് തുല്യമായ ഒരുവനായി തീരുമെന്ന് അവകാശപ്പെടുകയും അങ്ങനെ മായാശക്തിയാൽ തെറ്റായി നയിക്കപ്പെടുകയും ചെയ്യുന്നുള്ളൂ. ആകയാൽ മാർഗഭ്രംശം സംഭവിച്ച വ്യക്തികൾ നിശ്ചയമായും ഭഗവാന്റെ പരമോന്നതാധികാരത്തെ അംഗീകരിക്കുകയും ഭഗവാന് പ്രേമയുധ സേവനം സമർപ്പിക്കാൻ തയ്യാറാകുകയും വേണം. അതിനായിട്ടാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ കൂടാതെ യാതൊരു സമാധാനവും
പ്രശാന്തതയും ലോകത്തുണ്ടാവുകയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഈ ആശയത്തെ വിശദീകരിക്കുവാനാണ് ശ്രീ നാരദൻ ശ്രീ വ്യാസദേവനെ ഉപദേശിച്ചത്. ഭഗവത്ഗീതയിലും ഇതേ ആശയത്തെയാണ് വിവരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുക, സമർപ്പിക്കുക. ഉത്തമ മനുഷ്യന്റെ ഏക വൃത്തി ഇതാണ്. ഹരേ കൃഷ്ണ പ്രഭു. Thank you very much. Om Jnanatimirantasya Jnananjana-shalakaya Chakshurunnilidam Yena Tasmai Shri Gurave Namah. Shri Chaitanya-manobhishtam Sthapitam Yena Bhutale Swayam Rupakadhamayam Dadati Supatantikam Vandeham Shri Gurum Shri Udapatakamallam Shri Gurum Vaishnavamscha Shrirupam Sagrajatam Sahagana Raghunathanvitam Tam Sachivam Sadvaitam Savadodam Varijana Sahitam Krishna Chaitanya Devam Shri Radha Krishna Padan Sahagana Lalita Shri Vishagambidam Cha He Krishna Karuna Sindhu Deenabandho Jagatpate Gopesha Gopika Kand Radha Kand Namostude Saptakanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Khatipriye Vanchakalpatarubhyascha Kripa Sindhubhyeva cha Patitanam Pavanebhyo Vaishnavebhyo Namo Namaha. Hare Krishna. ഇവിടെ ഭഗവാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നാരദര് വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പരമദിവ്യോത്തമ പുരുഷനാണ് സകലതിന്റെയും ഉത്ഭവസ്ഥാനം. ഇത് നശിക്കുന്നതിന് ശേഷം എല്ലാം ഭഗവാനിൽ തന്നെ ചെന്ന് ചേരുന്നു. ഇത് നാരദര് വ്യാസദേവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്കറിയാം സിനാരിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രീല വ്യാസൻ 4 വേദങ്ങളെ, അതായത് ഒരു വേദത്തെ 4ആയി പകർന്നു കൊടുത്തു. നമുക്ക് 4 വേദങ്ങളാണുള്ളത്. ഇപ്പോ അതെന്തിനാണ് കൊടുത്തത്? ഈ കലിയുഗത്തില് ആളുകളുടെ ബുദ്ധിശക്തി, അതേമാതിരി ഓർമ്മശക്തി ഇതെല്ലാം കുറവായിരിക്കും. പണ്ട്, അതായത് വർഷങ്ങൾക്ക് മുൻപ്, ഈ കലിയുഗത്തിന് മുൻപ് ഇതെല്ലാവർക്കും ശ്രുതി മൂലമാണ് കൊടുത്തിരുന്നത്. ശ്രുതിധരന്മാരെന്ന് പറയും അവരെ. ശ്രുതിധരന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർക്ക് പുസ്തകമൊന്നും ആവശ്യമില്ല, കമ്പ്യൂട്ടറോ പുസ്തകമോ വേറെ ഒന്നും അവർക്ക് ആവശ്യമില്ല. ഇപ്പോഴാണ് നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യം. നമ്മളെല്ലാവരും എല്ലാവരും നോക്കുന്ന സമയത്ത്, കമ്പ്യൂട്ടർ മൊബൈലെല്ലാം വന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരുടെ കണ്ണും ഇങ്ങനെ തുറന്നിരിക്കും, അതെങ്കിൽ വികസിച്ചിരിക്കുകയാണ് ഇപ്പൊ. പണ്ട് കാലത്ത് അവരുടെ കാതുകളാണ് വികസിച്ചിരുന്നത്. കാരണം അവർ കാത് വഴിയാണ് ഇത് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കാത് വഴി സ്വീകരിച്ച് അതങ്ങനെ അവരുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയായിരുന്നു. അവർക്കിതെല്ലാം കാണാപ്പാഠം അറിയാമായിരുന്നു. എല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ, എങ്ങനെയാണ് ഒരു ഹാർഡ് ഡിസ്കില്, കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതേമാതിരി ഇതെല്ലാം അവരുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ അവരുടെ തലച്ചോറ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ച് അവരത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ വ്യാസദേവനും എങ്ങനെയാണ് വ്യാസദേവൻ ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് തരികയാണ് ചെയ്തത്. അവര് പുസ്തകമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ സുഖദേവ ഗോസ്വാമി പുസ്തകമൊന്നും വായിച്ചിട്ടല്ല ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തിയത്. 7 ദിവസം പരീക്ഷിത് മഹാരാജന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ സുഖദേവ ഗോസ്വാമി 1-ാമത്തെ സ്കന്ധം വരട്ടെ, 2-ാമത്തെ സ്കന്ധം വരട്ടെ ഒന്നും പറഞ്ഞിട്ടല്ല. അതെല്ലാം അവരുടെ ഓർമ്മയിൽ നിന്നാണ്. കാരണം അവരെല്ലാം ശ്രുതിധരന്മാരാണ്. അത് ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീല വ്യാസദേവൻ ഇത് നമുക്ക് പുസ്തക രൂപത്തിലാക്കി തന്നു. അപ്പൊ അതിനുശേഷം
ഇത് ഓരോന്നിലും നമുക്കറിയാം. നമ്മുടെ ഇഷ്ടാനുസരണം, അതായത് വളരെ ലളിതമായിട്ട് തന്നെ ഈ ശാസ്ത്രങ്ങൾ നമുക്ക് തന്നു. പക്ഷെ ഇതെല്ലാം തന്നിട്ടും വ്യാസദേവന് ഒരു സന്തോഷം തോന്നിയില്ല. എന്തോ ഒന്ന് കുറവുള്ളത് മാതിരി അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അങ്ങനെ എന്തോ ഒന്ന് കുറവുള്ളത് മാതിരി ഫീൽ ചെയ്തപ്പോൾ അദ്ദേഹം ഉടനടി, സാധാരണ നമുക്ക് എന്തെങ്കിലും ഇത് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ ഗുരുനാഥനെ വിളിക്കില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് ഗുരുനാഥൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് നാരദ മുനി അവിടെ വരികയാണ്. തന്റെ ശിഷ്യന്റെ ആ വിഷമാവസ്ഥയില് ശിഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ എത്തുന്നു. ഇത് നമുക്ക് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ഗുരുനാഥൻ നമ്മളെ ഓർമ്മിക്കും. നമ്മുടെ ഗുരുനാഥൻ നമ്മളെ കുറിച്ച് മറ്റുള്ളവരിലൂടെ അന്വേഷിക്കും. ഗുരുനാഥനുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളവരാണെങ്കിൽ ഗുരുനാഥൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോൺ ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ നടന്ന സംഗതികളാണ്. അപ്പൊ ഗുരുനാഥന് അല്ലെങ്കിൽ ഗുരുനാഥനെ നമ്മൾ സാധാരണ ഒരു വ്യക്തിയായിട്ട് കാണാൻ പാടില്ല. അത് ശിക്ഷാഗുരു ആവട്ടെ, ദീക്ഷാഗുരു ആവട്ടെ, ആരുമാവട്ടെ, അവരെ നമ്മൾ സാധാരണ ആളുകളല്ല, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അങ്ങനെ അവരെ കാണുമ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കും? തന്റെ ശിഷ്യന്റെ മനസ്സിൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ സാധിക്കുന്നവരാണ്. കാരണം അത്രയും അന്തർയാമി എന്ന് പറയും. ഗുരുനാഥൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എപ്പോഴും. നമ്മൾ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ചെയ്യുന്നതൊന്നും ഗുരുനാഥനും ഭഗവാനും കാണുന്നില്ല, ഞാനൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഒത്തിരി ചിരിയല്ല, ആരും കാണുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, സർവവ്യാപിയായിട്ട് ഭഗവാനും അതേമാതിരി നമ്മുടെ ആത്മാവിനെ കണക്ട് ചെയ്യുന്ന ഗുരുനാഥനും സാക്ഷിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം. അത് ഇപ്പൊ നമ്മള് എന്താ പറയണത്, ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നത് വെറുതെ അല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അന്തർവ്യാപിയായിട്ടുണ്ട്, നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ അടുത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും. അവർക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ പറയേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ ഗുരുനാഥനും. നമ്മൾ ഭഗവാനെ, അതായത് ഗുരുനാഥനെയും ഭഗവാനെയും വേർതിരിച്ച് കണ്ടുകൂടാ. പക്ഷേ ഭഗവാൻ ഭഗവാനാണ്. പക്ഷെ ആ സ്ഥാനം ഗുരുനാഥനും കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവിടെ വ്യാസദേവന് ആ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദുഃഖാവസ്ഥയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നാരദ ഋഷി എത്തുകയാണ്. എന്നിട്ട് നാരദൻ ദുഃഖാവസ്ഥ എന്താണ്, വ്യാസദേവന്റെ ദുഃഖത്തിന് കാരണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ശ്രീല വ്യാസദേവൻ സർവ വേദങ്ങളുടെയും സാരാംശമായിട്ടുള്ള, സർവപുരാണങ്ങളുടെയും സാരാംശമായിട്ടുള്ള, സകലതിന്റെയും സാരാംശമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം രചിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അത് നാരദൻ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? വ്യാസദേവന് പറഞ്ഞു കൊടുക്കണം. അങ്ങക്ക് അറിയാം, അങ്ങക്ക് എന്താണെന്നത് അറിയാം. എന്താണ്? അതായത് അങ്ങക്ക് ഈ ഫിലോസഫി എല്ലാം അങ്ങേക്ക് അറിയാം, പക്ഷെ ഞാനൊന്ന് ഹിന്റ് ചെയ്തു തന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നാരദർ പറയുന്നുണ്ട്. എന്താണ് പറയണത്? അതായത് ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഈ ജഗത്തിലല്ല, ഈ യൂണിവേഴ്സസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തില് 10ാമത്തെ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തില്, 10ാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ ശ്ലോകത്തില്
ഇതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ്? അഹം സർവസ്യ പ്രഭവോ മത്താ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ഭൂതഭാവ സമന്വിതഃ. അങ്ങ്, അതായത് അല്ലയോ ഭഗവാനെ, അങ്ങിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. ഭഗവാൻ പറയണത് എങ്ങനെയല്ല കേട്ടോ, അത് നമ്മൾ പറയണതാണ്. ഭഗവാൻ പറയണത് ഞാനാണ് എല്ലാത്തിന്റെയും മൂല കാരണം, എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. അഹം, അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ. അഹം സർവസ്യ പ്രഭവോ മത്താ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ഭൂതഭാവ സമന്വിതഃ. ഇതെല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഞാനാണ് എല്ലാത്തിന്റെയും മൂല കാരണം. ഇത് മനസ്സിലാക്കിയിട്ടുള്ളവര് എന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് തന്നെ കുന്തിദേവിയുടെ പ്രാർത്ഥനയിൽ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങേ മനസ്സിലാക്കാൻ അസാധ്യമാണ്. മായ ചവൻകാചന്നം അഗ്ന അദോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നഠോ നാട്യോധരോ യഥാ. കുന്തിദേവി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങ് മായയാകുന്ന കർത്തനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. മായ ചവനികാചന്നം അഗ്ന അദോക്ഷജം അവ്യയം. അങ്ങയുടെ അടുത്തേക്ക് എല്ലാവർക്കും വരാൻ സാധ്യമല്ല. അങ്ങ് ഉത്തമ ഭക്തന്മാർക്ക് മാത്രമേ അങ്ങേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് മാത്രമേ അങ്ങേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മൂഢന്മാർക്ക് അങ്ങേ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് കുന്തിദേവി തന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അതായത് ഭഗവാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത് നമ്മളെ കൊണ്ട് കാണാൻ സാധ്യമല്ല. കാരണം നമ്മൾ മായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ മായയിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് വരണം. ഇതെങ്ങനെയാണ് മായയിൽ നിന്നും വെളിയിൽ വരാൻ സാധിക്കുക? മായയിൽ നിന്നും വെളിയിൽ വരണമെങ്കിൽ നമ്മള് ഭഗവത് ഭക്തന്മാരുടെ സംഘമെടുക്കണം. അതിനൊരു ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സദാം പ്രസംഗാം മമ വീര്യ സംവിദോ. ആർക്കെങ്കിലും ആ ശ്ലോകം അറിയോ? ഹരേ കൃഷ്ണ. ഓർക്കുന്നില്ല പ്രഭു. ഇല്ല പ്രഭു, ഓർക്കുന്നില്ല. ഇതാണ് പറയണത്, ഇതാണ് നമ്മുടെ ഭക്തി. ഇത് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സദാ പ്രസംഗാം മമ വീര്യ സംവിദോ ഭവന്തി തൃക്കർണരസായന കഥാ തജ്ജോഷണാദസ്വപവർഗവർത്മനി സദാം പ്രസംഗാം മമ ശ്രദ്ധാരതിർഭക്തിരനുക്രമശ്യതി. ശ്രദ്ധാരതിർഭക്തിരനുക്രമശ്യതി. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. അപ്പോ ഭഗവത് ഭക്തന്മാരുടെ സംഘത്തില് ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകള് കേൾക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളിൽ വിശ്വാസവും ഭഗവാനോടുള്ള രതിയും പതുക്കെ പതുക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് ഉത്തമ ഭക്തന്മാരായി തീരാൻ സാധിക്കും. ഉത്തമ ഭക്തന്മാരായി തീർന്നു കഴിഞ്ഞാല് എന്ത് സംഭവിക്കുന്നു? നമ്മൾ മായയിൽ നിന്നും മുക്തരാകും. മായ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് മായ എന്തുകൊണ്ടാണ് സ്ട്രോങ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായി തീർന്നു കഴിഞ്ഞാല് നമ്മുടെ ഇച്ഛാനുസരണം, അതായത് ഭഗവാൻ നമ്മുടെ
സെർവന്റ് ആയിത്തീരും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നല്ല ഭക്തനായി കഴിഞ്ഞാൽ ഭഗവാൻ എന്റെ സേവകനായി തീരും എന്നുള്ളതിലല്ല. ഭഗവാന്റെ ഭക്തന്മാരോട് പ്രീതി കൂടും. അങ്ങനെ പ്രീതി കൂടിക്കഴിഞ്ഞാല് ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവും. ഇത് മായയ്ക്ക് കണ്ടുകൂടാ. കാരണം എന്താണ്? അത് അങ്ങനെയുള്ളവര്, അതായത് അത്രയും ക്വാളിഫൈഡ് ഉള്ളവരുടെ കൂടെ ഭഗവാൻ വരണം എന്നാണ് മായാദേവിയുടെ ആവശ്യം. അല്ലാതെ എല്ലാവർക്കും ഭഗവാനെ ഒരു സേവകനായിട്ട് കാണാൻ, അല്ലെങ്കിൽ ഭഗവാൻ സേവനം ചെയ്യുന്നത് കാണാൻ ഇഷ്ടമല്ല മായാദേവിക്ക്. അതുകൊണ്ട് മായാദേവി ചെക്ക് ചെയ്യുന്നു നമ്മളെ. ഭഗവത് ഭക്തിയിൽ നമ്മൾ മുന്നേറുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മൾ മുന്നേറുന്നത്? നമ്മുടെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? നമ്മൾ നവവിധ ഭക്തി ചെയ്യുന്നുണ്ടോ? നവവിധ ഭക്തി ചെയ്യുമ്പോൾ കുറച്ച് തടസ്സങ്ങൾ നമുക്ക് തരുന്നു. അങ്ങനെ കുറച്ച് തടസ്സങ്ങൾ തന്നു കഴിഞ്ഞാൽ കുറെ ആളുകൾ എനിക്ക് ഭഗവത് ഭക്തി ചെയ്യണമെന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ വരും. പക്ഷെ ഒരു തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ അയ്യയ്യ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ വിട്ടുപോകും. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് മായയുടെ കർമ്മയാണ്. അങ്ങനെ ഉത്തമ ഭക്തന്മാരായി തീരുന്നവരെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സദാ സന്നദ്ധനാണ് ഭഗവാൻ. നമ്മള് പഞ്ചപാണ്ഡവന്മാരുടെ കഥയിൽ അത് കേട്ടു കഴിഞ്ഞു. സദാസമയവും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഉത്രയുടെ ഗർഭത്തിലേക്ക് അശ്വത്ഥാമാവ് ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോഴ് ഉത്രയുടെ ഗർഭത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുകയാണ്. അതിന് ചുറ്റും, അതായത് ഗർഭപാത്രത്തിന് ചുറ്റും ഒരു വലയം തീർത്ത് വെക്കുകയാണ്, ഒരു പ്രൊട്ടക്ഷൻ ചെയ്തു വെക്കുകയാണ്. അങ്ങനെയാണ് പരീക്ഷിത് മഹാരാജ് പിറക്കുന്നത്. അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജന് ആ ഭാഗ്യം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചപാണ്ഡവന്മാരുടെ കുടുംബത്തിൽ പിറന്നിട്ടുള്ളതാണ് പരീക്ഷിത് മഹാരാജ്. ഒരു ഉത്തമ ഭക്തന്മാരുടെ കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് ആ ഫലം പരീക്ഷിത് മഹാരാജനുണ്ട്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനാണ് എല്ലാത്തിൻ്റെയും മൂല കാരണമെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ഒരു സംശയത്തിനും ഇടയുണ്ടാവാൻ പാടില്ല. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുള്ള ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് ആരാണോ ഭഗവത് ഭക്തി ചെയ്യുന്നത് അവർക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. നമ്മളെല്ലാവരും ഒരുപാട് കഥകൾ വായിക്കുന്നുണ്ട് ഭഗവാന്റെ, ഒരുപാട് ലീലകൾ വായിക്കുന്നുണ്ട് ഭഗവാന്റെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചെറിയ കുട്ടിയായിട്ടുള്ള പ്രഹ്ലാദ് മഹാരാജ് ഭഗവാന്റെ ഉത്തമ ഭക്തനാണ്. ഭഗവാന്റെ ഉത്തമ ഭക്തനാണ് പ്രഹ്ലാദ് മഹാരാജ്. ആ പ്രഹ്ലാദ് മഹാരാജിന് എത്ര കഷ്ടങ്ങൾ കൊടുത്തു. ഹിരണ്യകശിപു മലയുടെ മേലെന്ന് താഴേക്കിട്ടു, തീയിലേക്കിട്ടു, പാമ്പുകളുടെ ഇടയിലേക്കിട്ടു. ഇവിടെ എല്ലാം വീഴുന്നപ്പോഴും ഇവിടെ എല്ലാം പോയപ്പോഴും പ്രഹ്ലാദ് മഹാരാജ് സദാസമയം ഭഗവത് ചിന്തയിലാണ് ഇരുന്നിരുന്നത്. നമ്മുടെ മനസ്സില് ഒരിക്കലും ദ്വന്ദ് ചിന്ത ഉണ്ടാവാൻ പാടില്ല. അതായത് രണ്ട് ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല. ഒരു ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും. അടുത്ത ഒരു ചിന്ത വരും, എന്താണ്, ഭഗവാൻ എന്നെ രക്ഷിക്കോ എന്നുള്ളൊരു ചിന്ത വരും. ഇതുണ്ടാവാൻ പാടില്ല. ഏതവസ്ഥയിലും നമ്മളെ ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഭക്തിയുടെ അടിസ്ഥാനം.
നമ്മളെല്ലാവരും ഭക്തി ചെയ്യുന്നവരാണ്, അല്ലെ? നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അത് അചഞ്ചലമാവരുത്. ആ വിശ്വാസം അചഞ്ചലമായി കഴിഞ്ഞാല് നമുക്ക് ഭക്തിയിൽ ഒരിക്കലും മുന്നേറാൻ സാധിക്കില്ല. അപ്പൊ ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? അചഞ്ചല വിശ്വാസമാണ്. നമ്മള് 9 സ്റ്റേജസിനെ കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ട്. ഭഗവത് ഭക്തി ചെയ്യുമ്പോൾ 9 സ്റ്റേജ് ഉണ്ട്. എന്താണ്? ആദോ ശ്രദ്ധ, തതോ സാധു സംഗോത വചനക്രിയ, തതോ അനർത്ഥ നിർദ്ദിശ്യ, തതോ നിഷ്ഠാരുചിസ്തഥാ, തഥാസക്തിസ്തതോ ഭാവ, തഥാ പ്രേമാഭിരുഞ്ചതി, സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേക്രമഃ. ഈ 9 സ്റ്റേജ്, ഈ 9 സ്റ്റേജ് കടന്നു പോയിട്ട് ലാസ്റ്റിലാണ് നമ്മൾ പ്രേമത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് എന്താണ് പറയണത്? ശ്രദ്ധ. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസമാണ്. ആദോ ശ്രദ്ധ. അപ്പൊ ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? അചഞ്ചലമായിട്ടുള്ള വിശ്വാസമായിരിക്കണം. അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾക്ക് പിന്നെ പടിപടിയായിട്ട് പുരോഗതി ഉണ്ടായി അവസാനം നമുക്ക് പ്രേമഭക്തി ലഭിക്കും. അതാണ് നമ്മുടെ ആവശ്യം. ആ പ്രേമഭക്തി നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ 9 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്താണ്. അതില് സാധുക്കളുടെ സംഘമുണ്ട്, ശ്രദ്ധയുണ്ട്, നിഷ്ഠയുണ്ട്, രുചിയുണ്ട്, ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. ആസക്തിയുണ്ട്. ഇപ്പൊ ഒക്കെ നമ്മുടെ ആസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകളുടെ ആസക്തി എന്താണ്? അയ്യോ, എനിക്ക് പണം സമ്പാദിക്കണം, പണം സമ്പാദിക്കണം, പണം സമ്പാദിക്കണം, ഇതാണ് ആസക്തി. പക്ഷെ ഭക്തന്മാരുടെ ആസക്തി എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൂടുതലായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക, കൂടുതലായിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുക, കൂടുതലായിട്ട് ഭഗവാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഇതാണ് ഭക്തന്റെ കടമ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഭഗവാൻ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഭഗവത് ധാമത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. മറ്റ് ചിന്തകളില്ലാതെ ഭഗവാനെ ഭജിക്കണം. അപ്പൊ നമ്മൾ ഭഗവാനെ ഭജിക്കുന്നുണ്ട്, അതിനുശേഷം നമ്മൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ദേവിയെ എന്നെ രക്ഷിക്കണേ, എന്റെ കാര്യങ്ങളെല്ലാം നടത്തി തരണേ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ പറയുമ്പോഴ് നമുക്ക് എവിടെയാണ് വിശ്വാസം? നമുക്ക് എവിടെയും വിശ്വാസമില്ല. 2 പേരിലും നമ്മുടെ വിശ്വാസം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ എന്തെന്നതിന് പറയാ, ചെറുതായിട്ടുള്ളത് വിശ്വാസമേ ഉള്ളൂ. അചഞ്ചലമായിട്ടുള്ള വിശ്വാസം അവിടെ ഇല്ല. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ദേവിക്ക് ഒരു അർച്ചന നടത്തട്ടെ, ദേവിയോട് പറയട്ടെ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് അവിടെ പോകുന്നു നമ്മൾ. ഭഗവാന്റെ അടുത്ത് ഭഗവാനെ എന്നെ സംരക്ഷിക്കണേ, ഒരു അർച്ചന അവിടെയും നടത്തണം. ഇത് 2 തോണിയില് കാലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? 2 തോണിയും ഒരേ മാതിരി പോവില്ല. ചില സമയത്ത് തോണി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ വീണ് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അചഞ്ചലമാക്കണം. അതിന് ശാസ്ത്രങ്ങളുടെ സഹായം നമുക്കുണ്ട്. ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതമാവട്ടെ, ഭഗവത്ഗീതയാവട്ടെ, മറ്റേത് ശാസ്ത്രമാവട്ടെ, ഉപനിഷത്തുകൾ എടുത്തോളൂ, പുരാണങ്ങൾ എടുത്തോളൂ, എല്ലാത്തിലും ഭഗവാനെ കുറിച്ച് പറയുന്നത് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നാണ്. നമുക്ക് വേറൊരു ചിന്തയുടെ ആവശ്യമില്ല. മറ്റു ദേവീദേവന്മാരെ പൂജിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. ശാസ്ത്രത്തിൽ എന്താണ് പറയണത്? മറ്റു ദേവീദേവന്മാരെല്ലാവരും ഭഗവാന്റെ സബോർഡിനേറ്റ്സ് ആണ്. ആയതുകൊണ്ട്
ഭഗവത് ഭക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. വേണമെങ്കിലല്ല, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അതൊരു തെറ്റില്ല. ഇപ്പൊ നിങ്ങളൊരു ശിവക്ഷേത്രത്തിൽ പോവുകയാണ്, അവിടെ ശിവൻ ആരാണ്? മഹാവൈഷ്ണവനാണ്. ആ മഹാവൈഷ്ണവനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലയോ മഹാവൈഷ്ണവ, എനിക്ക് ഭഗവാന്റെ അചഞ്ചലമായിട്ടുള്ള ഭക്തി തരണേ, എനിക്ക് അങ്ങയുടെ ആ അനുഗ്രഹം ആവശ്യമാണ്, ഉത്തമ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്നെ സഹായിക്കണേ മഹേശ്വര എന്ന് വിളിക്കണം. ഒരു ദേവീക്ഷേത്രത്തിന് പോവുകയാണ്, ആ ദേവിയോട് പറയേണ്ടത് എന്താണ്? അല്ലയോ ദേവി, എനിക്ക് ഭഗവാന്റെ ഭക്തനാവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണേ, എന്നെ ഭഗവാന്റെ ഉത്തമ ഭക്തനാക്കി തീർക്കണേ എന്നായിരിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഓരോരുത്തർക്കും. അപ്പൊ ഇവിടെ പറയുന്ന ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, ഈ ഭൂഗോളം മാത്രമല്ല കേട്ടോ, ഈ യൂണിവേഴ്സസ് ഫുള്ളായിട്ട് ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എല്ലാം ഭഗവാനിൽ ചെന്ന് ചേരുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? സൃഷ്ടികർമ്മം നടത്തുന്നു, സൃഷ്ടികർമ്മം നടത്തുന്നതിനേക്കാൾ മുമ്പ് ഇതെല്ലാം ഭഗവാനിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാം നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം കുറച്ചു കാലം എന്ത് ചെയ്യുന്നു? സൃഷ്ടി സ്ഥിതി, ഇവരെല്ലാവരും ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വീണ്ടും ഭഗവാനിൽ ചെന്ന് ചേരും. അപ്പോ എല്ലാത്തിൻ്റെയും മൂല കാരണം ഭഗവാനാണ്, ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാല് അവന്റെ ജീവിതം ധന്യമായി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ?